ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 30-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദിൻ്റെ ജീവിത അനുഭവമാണ് ഈ വചനം. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ഒരുപാട് പ്രതിസന്ധികളിലൂടെയും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയവനായിരുന്നു ദാവീദ് രാജാവ്. എന്നാൽ ഈ പ്രതിസന്ധിയിലേക്കെല്ലാം ദൈവത്തിൻ്റെ കൃപ കടന്നു വന്ന് എപ്രകാരമാണ് തൻ്റെ കണ്ണുനീരുകളെ, തൻ്റെ നൊമ്പരങ്ങളെ ആനന്ദമാക്കി കർത്താവ് മാറ്റിയത് ദാവീദ് നമ്മോട് പങ്കുവെക്കുകയാണ്. എൻ്റെ വിലാപത്തെ എൻ്റെ ദൈവം ആനന്ദത്തിന് നൃത്തമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കേണ്ട തിരുവചനമാണിത്. ദാവീദിന്റെ ജീവിതത്തിൽ മാത്രമല്ല ഇപ്രകാരം ഇടപെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് നമുക്കുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പ്രതിസന്ധിയുടെ ഈ നാളുകളിൽ നമുക്കേറെ പ്രത്യാശ തരുന്ന ദൈവത്തിൻ്റെ വചനമാണിത്. ആരെല്ലാം ദൈവത്തെ ആശ്രയിക്കുന്നുവോ, ആരെല്ലാം കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുകൾ ഉറപ്പിക്കുന്നുവോ, അവരുടെ കണ്ണുനീരുകളെ, അവരുടെ നൊമ്പരങ്ങളെ, തകർച്ചകളെ അനുഗ്രഹമാക്കി ആനന്ദമാക്കി മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അല്പസമയം കർത്താവിൻ്റെ അത്ഭുത നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പോവാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ സ്വർഗം നമ്മെ നിറയ്ക്കും. ഹൃദയത്തിൻ്റെ ആശങ്കകളും മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ടെലിവിഷൻ വഴിയും ഓൺലൈൻ വഴിയും ഒക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ നമ്മൾ ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ കണ്ണുനീരുകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. അനുഗ്രഹമായി കൃപയായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ദൈവമായ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകുന്ന ഉറപ്പിൽ ഹൃദയം ഉറപ്പിച്ച് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെല്ലാം സേഫാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം തകർന്നു പോകുമോ, ആശങ്കപ്പെടേണ്ട. കർത്താവ് തരുന്ന ഉറപ്പിൽ വിശ്വസിച്ച് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടുന്നു. ഈശോയേ, ഈശോയേ. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. എല്ലാവരും ചേർന്ന് പാടിക്കേ. നമുക്ക് ആകുലത വേണ്ട, അസ്വസ്ഥത വേണ്ട. കർത്താവ് തരുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. ഈശോയേ, ഈശോയേ, കൃപ തരണമേ, കൃപ തരണമേ. രോഗം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നിരാശപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട്. ദാരിദ്ര്യം
രക്ഷകനിൽ നിന്നൊരു നാളും ഈശോ ഒന്നും ഈശോയുടെ കരം പിടിച്ചങ്ങ് പാടി പ്രാർത്ഥിച്ച് ഉറപ്പോടെ പാടുകേ. നിന്നൊരു നാളും ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ, ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ഈശോയെ കൃപ തരണമേ. പൂർണ്ണമായും അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കാൻ കർത്താവേ, അങ്ങിൽ ശരണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീട്ടാനാവുമോ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് ദൈവകൃപ കടന്നു വരുവാൻ, ദൈവശക്തി വ്യാപരിക്കുവാൻ എല്ലാം മറന്ന് സ്വരമുയർത്തി വിളിക്കുന്നു. ഈശോയേ, അത്ഭുതങ്ങളുടെ ദൈവമേ, മഹോന്നതനായ കർത്താവേ, കൃപയുടെ കരങ്ങൾ നീട്ടിത്തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക് അങ്ങ് വരണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, കണ്ണുനീരുകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, ജീവിതത്തിലെ ക്ലേശങ്ങളിലേക്ക് കർത്താവേ കടന്നു വരണമേ. അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. സകല കെട്ടുകളെ പൊട്ടിക്കണമേ. ഞങ്ങളുടെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളുടെ മലകളെ നിരപ്പാക്കണമേ. ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന പിച്ചള വാതിലുകളെ കർത്താവിന്റെ ആത്മാവേ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങളെ കണ്ണുനീരുകളെ കൃപയാക്കി മാറ്റണമേ. ഞങ്ങളെ സങ്കടങ്ങളെ ആനന്ദമാക്കി മാറ്റണമേ. ഞങ്ങളെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ അവിടുന്ന് ആശീർവദിക്കണമേ. Lord bless, anoint, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്താലും കർത്താവിന്റെ കൃപയാലും ഞങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങളോട് കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ വചനമേ, ഞങ്ങൾക്കായി സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ ദൈവവചനത്തിൽ നിന്ന് പകർന്നു നൽകണമേ. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മെ നിരാശപ്പെടുത്തുകയില്ല. കർത്താവ് നമ്മെ നിരാശപ്പെടുത്തുകയില്ല. നമുക്കേറെ പ്രത്യാശയും ഉറപ്പും തരുന്ന ദൈവത്തിൻ്റെ ആലോചനയാണിത്. പ്രതിസന്ധികൾ മൂലം നട്ടം തിരിയുന്ന പതിനായിരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇത് അനുഭവിക്കുന്നവരാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുക. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? ചില ചോദ്യങ്ങൾ കർത്താവ് നമ്മോട് ചോദിക്കുക. എന്നെ ആശ്രയിച്ചിട്ട് നിങ്ങളിൽ ആരാണ് നിരാശപ്പെടേണ്ടി വന്നിരിക്കുന്നത്? എന്നിൽ ശരണപ്പെട്ടവരെ ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത്? ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. ദൈവത്തെ ആശ്രയിക്കുന്നവരെ ഏത് സാഹചര്യത്തിലും പോറ്റുവാൻ, പുലർത്തുവാൻ, പരിപാലിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മുടെ ഉള്ളിലുള്ള ചില ആശങ്കകൾ, ഭയപ്പാടുകൾ, നെഗറ്റീവ് ചിന്തകൾ ഇതെല്ലാം വിട്ടുകളയണം. പറയപ്പെടും ഈ വചനത്തിൻ്റെ കൃപ കൊണ്ട് നമ്മൾ നിറയപ്പെടണം. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, റോമക്കാർക്കുള്ള ലേഖനം 5:5,
പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമായ തിരുവചനമാണിത്. ആർക്കാണ് പ്രത്യാശയുള്ളത്? ദൈവത്തെ ആശ്രയിക്കുന്നവർക്കാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഹൃദയമുറപ്പിക്കുന്നവർക്കാണ്. യെശയ്യാ പ്രവചനം 40-30 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നമ്മളിങ്ങനെ തളർന്നു കുത്തി ഒടിഞ്ഞു തൂങ്ങി ഇരിക്കേണ്ടവരാണോ? അല്ല പ്രിയപ്പെട്ടവരെ. ആർക്കാ പ്രതിസന്ധികളില്ലാത്ത? ആർക്കാ പ്രശ്നങ്ങളില്ലാത്ത? എന്നാൽ ഇതിൻ്റെ നടുവിലും കർത്താവിനെ ആശ്രയിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ? കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ശരണപ്പെടുവാനുള്ള തീരുമാനം നമുക്കുണ്ടോ? അവരെല്ലാം വീണ്ടും ശക്തി പ്രാപിക്കും. അവർ തളർന്നു പോകുവാൻ, തകർന്നു പോകുവാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എത്ര മനോഹരമായ വചനമാണിത്. ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റൊക്കെ വീശി അടിക്കുമ്പോൾ മറ്റു പക്ഷികൾക്കൊന്നും പറക്കാൻ കഴിയാതെ തളർന്ന് താഴേക്ക് നിലം പതിക്കുമ്പോൾ കഴുകൻ ഈ കൊടുങ്കാറ്റുകളിലൂടെ തൻ്റെ ശക്തമായ ചിറകടിച്ച് അതിനെ അതിജീവിച്ച് മുകളിലോട്ട് പറക്കുകയാണ്. താഴെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിന് നോക്കി കഴുകൻ ചിരിക്കുകയാണ്. കഴുകനിതൊന്നും വിഷയമല്ല. ഇതുപോലെയാണ് ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവമക്കൾ. അവരെ ബലപ്പെടുത്തുവാൻ, അവരെ കൂടുതൽ ഉണർവുള്ളവരാക്കാൻ കർത്താവിന് കഴിയുമെന്നുള്ള ബോധ്യം എൻ്റെ സഹോദര സഹോദരി നമുക്കുണ്ടാകണം. പിശാച് പലപ്പോഴും നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ പ്രശ്നം നിനക്ക് മാത്രമേ ഉള്ളൂ, ലോകത്തിൽ മറ്റാർക്കും ഈ പ്രതിസന്ധി ഇല്ല, നിനക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, ഈ പ്രശ്നം നിന്നെ കൊണ്ടുപോകും, ഈ പ്രതിസന്ധി നിന്റെ കുടുംബത്തെ തകർത്ത് കളയും, ഇത് നിന്റെ മക്കളെ നശിപ്പിക്കും, ഇത് നിന്റെ ബന്ധങ്ങളെ താറുമാറാക്കും. പിശാച് തരുന്ന ഈ നെഗറ്റീവായ ചിന്തകളിൽ അനേകർ അകപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് പ്രത്യാശയില്ല, നല്ലത് ചിന്തിക്കാൻ പറ്റുന്നില്ല, പോസിറ്റീവായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എപ്പോഴും നെഗറ്റീവായ സംസാരങ്ങൾ, വേദനയുടെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങൾ മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലെല്ലാം ശക്തമായി കുടികൊള്ളുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിരന്തരം നിരന്തരം നിരന്തരം, അതിന് ഗ്യാപ്പില്ല, തുടർച്ചയായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം ദൈവമക്കളെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക്, പ്രതികൂലങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക് നമ്മൾ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ വിഷയങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 43:14 പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. പ്രതിബന്ധങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട. സകല പ്രതിബന്ധങ്ങളെയും തകർക്കുവാൻ സർവശക്തനാണ് പരിശുദ്ധാത്മാവായ ദൈവം. ഈ ബോധ്യം നമുക്കുണ്ടാവണം. കർത്താവ് നമ്മെ നിരാശപ്പെടുത്തുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഈ ഒരു ചിന്ത സ്വാധീനിച്ചിട്ടുണ്ട്. പലപ്പോഴൊക്കെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് ഉചിതമായും ക്രമമായും മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും സംശയങ്ങൾ വന്നിട്ടുണ്ട്. ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ടോ? ദൈവം തന്നെയാണോ ഇത് ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്? ഇത് കർത്താവിൻ്റെ പദ്ധതി ആയിരുന്നോ എന്നുള്ള ചില ആശങ്കകൾ, ഭയപ്പാടുകളൊക്കെ എത്രയോ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവ് നമ്മെ നിരാശപ്പെടുത്തുകയില്ല. കർത്താവിൻ്റെ തിരുമുഖത്ത് ആരെല്ലാം കണ്ണുറപ്പിച്ചിട്ടുണ്ടോ അവർ നിരാശപ്പെടാൻ കർത്താവ് സമ്മതിക്കില്ല എന്നേ. അതാണ് 34-ാം സങ്കീർത്തനം പറയുന്നത്, അവിടുത്തെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി
അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് വരണം. 22-ാം അധ്യായം 2-ാം വചനത്തിൽ പറയാ, അബ്രഹാമേ, നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹനബലി അർപ്പിക്കണം. ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ വേണം നീ അവനെ ദഹനബലി അർപ്പിക്കേണ്ടത്. താൻ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് സ്വന്തമാക്കിയ വാഗ്ദാനത്തിൻ്റെ പുത്രനായിരുന്നു ഇസഹാക്ക്. ആ ഇസഹാക്കിനെ ദഹനബലിയായി അർപ്പിക്കുവാൻ ഇതാ കർത്താവ് ആവശ്യപ്പെടുന്നു. 100 ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് വരും. ചില പ്രതിസന്ധികൾ നമ്മൾ വരിഞ്ഞു മുറുക്കുമ്പോൾ, കൂടെയുള്ളവർ നമ്മൾ പലപ്പോഴും മനസ്സിലാകാതെ വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും നമ്മളെ വേണ്ട വിധം തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാനസിക സംഘർഷമുണ്ട്, ഉള്ളിലുണ്ടാകുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ദൈവമേ, ഇതെന്താ ഇങ്ങനെ? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആരോടും പറയാൻ കഴിയാത്ത ചില സങ്കടങ്ങൾ, ആരും കാണാത്ത ചില കണ്ണുനീരുകൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സമയത്ത് നമ്മുടെ ദുരിതങ്ങളും കഷ്ടതകളും കണ്ട് മാറിയിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ല നമ്മുടെ കർത്താവ്. നിരന്തരം നമ്മളെ വിശ്വസ്തയോടെ പരിപാലിക്കുന്നവൻ, നമ്മേക്കാൾ അധികം നമ്മെ അറിയുന്നവനായ ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിലോട്ട് വന്ന് 22-ാം അധ്യായം 7-ാം വചനത്തിൽ ദൈവം നൽകിയ ആലോചനയോട് അബ്രഹാം യെസ് പറഞ്ഞ് തൻ്റെ മകനെയും കൂട്ടി പോവുക മൗണ്ട് മോറിയായിലേക്ക്. വിശ്വാസം നമ്മളതൊന്ന് ഭാവന കണ്ടു നോക്കി. അപ്പനും മോനും പോവാണ്. ഈ പോണ പോക്കിലെ 8-ാമത്തെ വചനത്തിൽ ഏതൊരു അപ്പൻ്റെയും ചങ്ക് തകർക്കുന്നൊരു ചോദ്യം ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്. അപ്പാ, ബലിയർപ്പിക്കുവാനുള്ള വിറകും തീയും നമ്മുടെ കയ്യിലില്ലേ? എന്നാൽ ബലിമൃഗം എവിടെയാണ്? എവിടെയാണ് ബലിവസ്തു? അബ്രഹാമിനറിയാം തൻ്റെ പൊന്നോമന മകൻ ഇസഹാക്കാണ് ബലിവസ്തു. മകനോട് പറയാൻ പറ്റുമോ? ഈ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അബ്രഹാം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുകയാ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രതിസന്ധികളിലെ, ആശങ്കകളിലെ, ആകുലതകളിലെ, കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളിലൊക്കെ ഞാനും നിങ്ങളും ഏറ്റുപറയേണ്ടത് ഇത് തന്നെയാണ്. The Lord will provide. കർത്താവ് തരും, ദൈവം തരും. എന്നാ ഒരു വചനമാണ് അബ്രഹാം പറഞ്ഞത്. അബ്രഹാം പറഞ്ഞു, ഇസഹാക്കേ, പൊന്നുമോനെ, ദൈവം നമുക്ക് തരും. ഒരു പ്രതീക്ഷയോടുകൂടെ അബ്രഹാം മുന്നോട്ട് പോവാണ്. 9-ാം വചനത്തിൽ ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം ഒരു യാഗപീഠം നിർമ്മിക്കുകയാണ്. വിറകുകളൊക്കെ അടക്കി വെച്ച് തൻ്റെ പ്രിയപ്പെട്ട മകനെ ഈ ബലിപീഠത്തിൽ കിടത്തുക. ഇതൊക്കെ പ്രസംഗിക്കാൻ എന്തൊരു എളുപ്പമാണ് നമുക്ക്. ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോഴും നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല ഇതൊക്കെ വായിച്ചു പോകാൻ. പക്ഷെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പെയിൻ, വേദന, നിങ്ങൾ പലരും കണ്ടു കാണും. ദ ബൈബിൾ എന്നുള്ള ഒരു ഫിലിം മനോഹരമായിട്ട് അതിന് ഡയറക്ടർ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ യാഗപീഠം പണിത് ഇസഹാക്കിനെ കൈകൾ ബന്ധിച്ച് ആ ബലിപീഠത്തിൽ കിടത്തി. അബ്രഹാം തൻ്റെ അറയിൽ നിന്ന് കടാരയെടുത്തു. അബ്രഹാം ചുറ്റും നോക്കുന്നുണ്ട്. ആ നോട്ടത്തിന് അർത്ഥം എന്താണെന്നറിയോ? തന്നെ വിളിച്ചവനായ ദൈവം, തന്നോട് വാക്കു പറഞ്ഞവനായ ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? ദൈവം തന്നെ വിളിക്കുന്നുണ്ടോ? അടുത്ത സെക്കൻഡില് ഇസഹാക്ക് ബലിയാവാൻ പോവാ. ഈ ഒരു സന്ദർഭത്തിൽ ദൈവം ഇടപെടുന്നുണ്ടോ? അബ്രഹാം ചുറ്റും നോക്കുക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരനക്കും ദൈവത്തിനില്ല. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെയാണ് പലരും തകർന്നു പോകുന്നത്. ദൈവത്തെ വിളിച്ചിട്ട് എന്താ കാര്യം? ദൈവത്തെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? ഇതല്ലേ സംഭവിച്ച്. ഇനി എന്തിനാ ദൈവത്തിൻ്റെ പുറകെ പോണേ? എന്തിനാ ദൈവത്തെ ആശ്രയിക്കണേ? ഇതൊക്കെ മണ്ടത്തരമാണെന്ന് പറഞ്ഞ് പലരും വഴിമാറിപ്പോവുക. എന്നാൽ പ്രിയപ്പെട്ടവർ, ഈ സമയത്താണ് കൂടുതൽ
നാം കർത്താവിനെ ആശ്രയിക്കേണ്ടത്. അവിടുന്ന് നമ്മൾ ഉപേക്ഷിക്കില്ല. കർത്താവ് നമ്മെ തള്ളിക്കളയുകയില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? അബ്രഹാം കടാരിയെടുത്ത് കൊച്ചിസ്ഹാക്കിൻ്റെ നെഞ്ചിൽ കുത്തി ഇറക്കാൻ നോക്കുന്ന സമയത്ത് ഷാർപ്പ് ടൈമാണ്. അതുകൊണ്ടാണ് ഒരു മിഷണറി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ സമയത്തിലല്ല, ദൈവത്തിൻ്റെ സമയത്താണ്. അതാണ് കൈറോസ്. അവിടുന്ന് പ്രവർത്തിക്കുന്ന ഒരിക്കലും നേരത്തെ ആയിരിക്കുകയില്ല, പ്രവർത്തിക്കാൻ താമസിക്കുമില്ല. റൈറ്റ്. നമ്മുടെ വിചാരം എന്താണെന്നറിയോ? ഇതിപ്പം മുങ്ങിപ്പോവും. ദൈവം ഇടപെട്ടില്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും. ഇത് നമ്മുടെ തോന്നല, പ്രിയപ്പെട്ടവരെ. കർത്താവിനറിയാം നമ്മെ എങ്ങോട്ടാണ് നയിക്കേണ്ടത്. സർവജ്ഞാനിയായ ദൈവത്തിനറിയാം ഈ പ്രശ്നത്തിൽ എപ്രകാരമാണ് ഇടപെടേണ്ടത്, ഇതിൽ എപ്രകാരമാണ് തീർപ്പുണ്ടാക്കുന്നത്. നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് ഇതറിയത്തില്ല. സർവജ്ഞാനിയായ ദൈവത്തിനറിയാം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എപ്രകാരം പരിഹരിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കേണ്ടത്? ആരില്ല ഹൃദയമുറപ്പിക്കേണ്ടത്? നമ്മൾ ആരെയാ മുറുകെ പിടിക്കേണ്ടത്? നമ്മുടെ കർത്താവിനെ. ഇവിടെ നെഞ്ചിലേക്ക് കുത്തിയില്ല എന്നായി കഴിഞ്ഞപ്പോൾ ഉടനെ അബ്രഹാം ദൈവം ഇടപെടുകയാണ്. ഞാൻ ചിന്തിച്ചു, ഈ ദൈവിക ഇടപെടൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്തുമാത്രം വേദനയും ദുഃഖവും അബ്രഹാമിന് വരുമായിരുന്നു. പക്ഷെ അവൻ നിരാശപ്പെടുവാൻ, അബ്രഹാം തളർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ ലേഖനം 2:23 പരിശുദ്ധാത്മ രേഖപ്പെടുത്തി, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം. ദൈവത്തിൻ്റെ സാക്ഷിയത്, ദൈവത്തിൻ്റെ അംഗീകാരമാണിത്. അബ്രഹാം എൻ്റെ സ്നേഹിതനാണ്. എത്ര വലിയൊരു അംഗീകാരം പ്രിയപ്പെട്ടവരേത്. അബ്രഹാം നോക്കിക്കഴിഞ്ഞപ്പോൾ 13-ാമത്തെ വചനം പറയുക, കൊമ്പുടർക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ അബ്രഹാം കാണുകയാണ്. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നിന്റെ കുഞ്ഞിന് പകരം ഈ മുട്ടാടിനെ ബലിയർപ്പിക്കുക. എൻ്റെ ചോദ്യം, ഈ മലമുകളിൽ എങ്ങനെ ഈ മുട്ടാട് വന്നു? അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇതുപോലെ തക്ക സമയത്ത് എല്ലാം നശിച്ചു, എല്ലാം തീർന്നു, സംഗതി മുങ്ങാൻ പോവാണ്, തകരാൻ പോവാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മെ പരിപാലിക്കുവാൻ, നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ കർത്താവ് മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമും ഇസഹാക്കും അവരൊരുമിച്ച് മോറിയ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ മലയുടെ മറുഭാഗത്തോട് ഇവർക്ക് വേണ്ട മുട്ടനാടിനെ കർത്താവ് ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവരികയാണ്. ഞാൻ ഈ വചനഭാഗമൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് ഈ മല കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ മല കയറാൻ എന്തൊരു സുഖമാണല്ലേ. അത് കർത്താവ് കാണിച്ചു തരില്ല. ക്ലൈമാക്സിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് കർത്താവ് പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നവനല്ലേ? എന്താ നമ്മുടെ അഭിപ്രായം? ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നവനല്ലേ? കർത്താവിൻ്റെ ശക്തിക്ക് ശോഷിപ്പുണ്ടായിട്ടുണ്ടോ? കർത്താവിൻ്റെ കാര്യങ്ങൾ കുറുകിപ്പോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഉറപ്പോടുകൂടി പറയട്ടെ, ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിൻ്റെ മധ്യയും നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മൾ തളരാതെ തകരാതെ നമ്മെ കാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വെളിപാടിൽ ഞാനും നിങ്ങളും അനുദിനം വളരണം. ജോഷ പ്രവാചകനുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്, നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. പലപ്പോഴും ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ച് ക്ലെയിം ചെയ്യുന്നൊരു വചനമാണിത്. ദൈവം നമ്മളെ ഏൽപ്പിച്ച പല ദൗത്യങ്ങൾ, ശുശ്രൂഷകൾ, അതിൻ്റെ പ്രാരാബ്ധങ്ങളും അതിൻ്റെ നൊമ്പരങ്ങളും അതിൻ്റെ ഭാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ
നമുക്കൊരുപാട് വേദനകൾ ഉണ്ടാകും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചിലപ്പോൾ കൃത്യസമയത്ത് നടക്കാതിരിക്കുക, അല്ല വേണ്ടതുപോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ ക്രമപ്പെട്ടു പോകാതിരിക്കുക. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് പല സംശയങ്ങൾ, ആശങ്കകളൊക്കെ വരും. ഇത് ഏതൊരു ശുശ്രൂഷകരുടെ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിൻ്റെ പരിശോധന. ജോഷുവ പ്രവാചകന്റെ ജീവിതത്തിലെ വലിയൊരു മിഷനാണ് ദൈവം ഭരമേൽപ്പിച്ചത്. മോശ പ്രവാചകന് കഴിയാത്തൊരു കാര്യം കർത്താവിൻ്റെ ജനത്തെ വാഗ്ദാന ദേശത്തെത്തിക്കുക, പ്രോമിസ് ലാൻഡിലേക്ക് നയിക്കുക. വളരെ പ്രതികൂലങ്ങളുണ്ട് ഈ മിഷൻ പൂർത്തിയാക്കാൻ. ഇത് കർത്താവിന് അറിയാം നല്ലതുപോലെ, ജോഷുവയ്ക്ക് അറിയാം. എന്നാൽ ദൈവം എന്താണ് ജോഷുവയോട് പറഞ്ഞത്? ഞാൻ ആ വചനഭാഗം വായിക്കാം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. എത്ര ആശ്വാസം തരുന്ന വചനമാണിത്. ദൈവം നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, അത് കുടുംബ ജീവിതത്തിലാകാം, സമർപ്പിത ജീവിതത്തിലാകാം, തൊഴിൽ മേഖലകളിലാകാം, നമ്മുടെ ബിസിനസ്സിലാകാം, ശുശ്രൂഷ മണ്ഡലങ്ങളിലാകാം. ചില വലിയ വലിയ പ്രയാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് നമ്മൾ നിരാശപ്പെടാൻ അനുവദിക്കില്ല, നമ്മളെ തള്ളിക്കളയുകയില്ല. നമ്മൾ ഭയചകിതരാകാൻ ഒരിക്കലും ദൈവം സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ ആം വിത്ത് യു, ഐ ആം വിത്ത് യു. വേദപുസ്തകത്തിൽ ആവർത്തിച്ച് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഐ ആം വിത്ത് യു. ഇന്ന് നമുക്കുള്ള കർത്താവിൻ്റെ ആലോചനയാണിത്. ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ. സങ്കടപ്പെടാതെ, നിരാശപ്പെടാതെ, ചുമ്മാ ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് സമയം കളയാതെ കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കുക. കർത്താവിന് മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട സമയമാണിത്. ഈ സമയത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അതിനായി ചിട്ടപ്പെടുത്തണം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തെ ഇപ്രകാരം ചിട്ടപ്പെടുത്തണം, മക്കളെ ചിട്ടപ്പെടുത്തണം. ഈ ഒരു അരൂപിയിലേക്ക്, ഈ ഒരു ദർശനത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, നമ്മുടെ സമൂഹങ്ങളെ കൊണ്ടുവരുവാൻ നമ്മൾ ഉത്സുകരാകണം. അതിനു വേണ്ട കൃപയും അതിനുവേണ്ട ശക്തിയും അതിനാവശ്യമായ അഭിഷേകവും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും. കർത്താവ് നമ്മെ നിരാശപ്പെടുത്തുകയില്ല. ഈ ഒരു ചിന്ത തുറന്നുള്ള ദിനങ്ങളിൽ നമ്മെ നയിക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.